السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما بعدها، ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അൽ-ഉസൂലു സലാസ എന്ന ഈ റിസാലയുടെ അവസാനത്തിൽ ഹിജ്റയെപ്പറ്റി പരാമർശിച്ച ഭാഗമാണ് നമുക്കിനി വിശദീകരിക്കാനുള്ളത്. കിതാബുള്ളവർ നോക്കുക. വബഅദഹാ ഉമിറ ബിൽ ഹിജ്റതി ഇലൽ മദീന. അങ്ങനെ 13 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ തൗഹീദി പ്രബോധന ദൗത്യം തുടർന്നു. പിന്നീട് നബുവത്തിന്റെ 13-ാം വർഷം അവിടുത്തോട് മദീനയിലേക്ക് ഹിജ്റ പോകാൻ കൽപ്പിക്കപ്പെട്ടു. വബഅദഹാ ഉമിറ ബിൽ ഹിജ്റതി ഇലൽ മദീന. വൽ ഹിജ്റതു അൽ ഇന്തിഖാലു മിൻ ബലദി ശിർക്ക് ഇലാ ബലദിൽ ഇസ്ലാം. ഹിജ്റ എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനം ഷിർക്കിന്റെ നാട്ടിൽ നിന്ന് ഇസ്ലാമിന്റെ നാട്ടിലേക്ക് പലായനം ചെയ്യുക എന്നതാണ്. വൽ ഹിജ്റതു ഫരീദത്തുൻ അലാ ഹാദിഹിൽ ഉമ്മത്തി മിൻ ബലദി ശിർക്ക് ഇലാ ബലദിൽ ഇസ്ലാം വഹിയ ബാഖിയത്തുൻ ഇലാ അൻ തഖൂമ അസ്സാഅ. ഷിർക്കിന്റെ നാട്ടിൽ നിന്ന് ഇസ്ലാമിന്റെ നാട്ടിലേക്ക് പലായനം ചെയ്യുക എന്നത്, ഹിജ്റ പോകുക എന്നത് ഈ ഉമ്മത്തിനുമേൽ അള്ളാഹു നിർബന്ധമാക്കിയ ഫർളായ ഇബാദത്താണ്. വഹിയ ബാഖിയത്തുൻ ഇലാ അൻ തഖൂമ അസ്സാഅ. ചില ആളുകൾ മനസ്സിലാക്കിയതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. ജസാക്കല്ലാഹു ഖൈറ. പിന്നീട് മക്കം ഫത്ഹ് മക്കയുണ്ടായി. അതിനുശേഷം ഇനി ഹിജ്റയില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദീകരണത്തിലേക്ക് നമ്മൾ വരും. ആ പറയുന്നതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്ന് നമ്മൾ സൂചിപ്പിക്കും. അങ്ങനെയല്ല, ഹിജ്റ എന്നത് അവസാനിച്ചിട്ടില്ല. വഹിയ ബാഖിയത്തുൻ ഇലാ അൻ തഖൂമ അസ്സാഅ. ഖിയാമത്ത് നാൾ വരെ ശിർക്കിന്റെ നാട്ടിൽ നിന്ന് ഇസ്ലാമിന്റെ നാട്ടിലേക്ക് മുസ്ലിം ഉമ്മത്തിന് ഹിജ്റ ചെയ്യുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിക്കുന്നവർക്ക് നിർബന്ധമാക്കിയ ഇബാദത്താണ്. അതിന്നും നിലനിൽക്കുന്നുണ്ട്. ഇലാ ഖിയാമിസ് സാഅ. ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുകയും ചെയ്യും. വദലീലു ഖൗലുഹു തആല. ഇത് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ വകയായി പറഞ്ഞതാണോ ഈ കാര്യം? അല്ല. മുമ്പ് നമ്മൾ കിതാബുകളിലുടനീളം, ഷെയ്ഖിന്റെ കിതാബിലുടനീളം ഓരോ മസ്അലയും അദ്ദേഹം ചർച്ച ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചതുപോലെ, മനസ്സിലാക്കിയതുപോലെ ഓരോ വാചകവും അദ്ദേഹം പറയുന്നു വദ്ദലീലു ഖൗലുഹു തആല, വദ്ദലീലു ഖൗലുഹു തആല. അതിന് തെളിവ് കൊണ്ടുവരുന്നു. ഇതായി പറഞ്ഞതിന് ഹിജ്റ സാധിക്കുന്ന ആളുകൾക്ക് ഖിയാമത്ത് നാൾ വരെ പോകൽ നിർബന്ധമാണ് എന്നറിയിക്കുന്ന തെളിവുകൾ ശേഷം ഷെയ്ഖ് കിതാബിൽ കൊണ്ടുവരികയാണ്. വദ്ദലീലു ഖൗലുഹു തആല. സൂറത്തുൻ നിസായിലെ 97-ാമത്തെ ആയത്ത് മുതൽ 99-ാമത്തെ ആയത്ത് വരെയുള്ള 3 ആയത്തുകൾ. ഇന്നല്ലദീന തവഫാഹുമുൽ മലായിക ളാലിമി അൻഫുസിഹിം ഖാലൂ ഫീമ കുൻതും. സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ച് കുഫാറുകൾക്കിടയിൽ, അവിശ്വാസികൾക്കിടയിൽ, തോന്നിവാസികൾക്കിടയിൽ, ശിർക്കിന്റെയും കുഫറിന്റെയും നാട്ടിൽ അവരോടൊപ്പം കഴിഞ്ഞ ആളുകൾ, അവർക്ക് ഹിജ്റ പോകാൻ സാധിക്കുമായിരുന്നു. എന്നിട്ടും അവർ കുഫറിനോടും ശിർക്കിനോടും ലയിച്ച് അതിന്റെ വക്താക്കളോടൊപ്പം സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ച് കഴിഞ്ഞുകൂടി. അങ്ങനെയുള്ള ആളുകൾ മരിക്കുന്ന സമയത്ത്, അവരെ മരിപ്പിക്കുന്ന വേളയിൽ മലക്കുകൾ അവരോട് ചോദിക്കും,
ഖാലൂ ഫീമ കുൻതും, എന്തായിരുന്നു നിങ്ങളുടെ അവസ്ഥ? ദുനിയാവിൽ നിങ്ങൾ മരണത്തോടടുത്തിരിക്കുകയാണ്, എന്തായിരുന്നു ഇതുവരെയുള്ള നിങ്ങളുടെ അവസ്ഥ? ഖാലൂ കുന്നാ മുസ്തദ്അഫീന ഫിൽ അർദ്, ഞങ്ങൾ തെറ്റുകളും തോന്നിവാസങ്ങളും ചെയ്തു പോയത്, ഇവിടെ ഞങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു, ഞങ്ങൾ ദുർബലരായിരുന്നു, ഞങ്ങൾ ന്യൂനപക്ഷമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കുമേൽ ശക്തിയുള്ള കുഫ്റിന്റെയും ശിർക്കിന്റെയും വക്താക്കൾ അവർ അധികാരം ചെലുത്തിയതിനാൽ ഞങ്ങൾ അതിലങ്ങ് ലയിച്ചുപോയി. ഞങ്ങൾ ദുർബലരായിരുന്നു, അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു. അവർ ന്യായം പറയും, യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നില്ല കാര്യം. അങ്ങനെ അടിച്ചമർത്തപ്പെട്ട ദുർബലർക്ക് അല്ലാഹു ഇളവ് നൽകിയിട്ടുണ്ട്. അടുത്ത ആയത്തിൽ വരുന്നുണ്ട്. അവർ പറഞ്ഞ് കളവാണ്. അവർക്ക് കഴിവുണ്ടായിരുന്നു കുഫറിന്റെയും ശിർക്കിന്റെയും നാട്ടിൽ നിന്ന് ഇസ്ലാമിന്റെ സുന്നത്തിന്റെ നാട്ടിലേക്ക് ഹിജറ പോകാൻ അവർക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ അവർ ആ വിഷയത്തിൽ മൃദുല നയം സ്വീകരിച്ചു, കുഫറിനോടും ശിർക്കിനോടും ലയിച്ചു കഴിഞ്ഞുകൂടി. അപ്പോൾ മലക്കുകൾ പറയും, ഖാലു അലം തകുൻ അർദുല്ലാഹി വാസിഅതൻ ഫതുഹാജിറു ഫീഹാ, അല്ലാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ, നിങ്ങൾക്ക് ഹിജറ പോകാമായിരുന്നില്ലേ? നിങ്ങൾ അടിച്ചമർത്തപ്പെട്ടു, ദുർബലരായിരുന്നു എന്ന് പറയുന്നു, ന്യായം പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശാലമായ ഭൂമി നിങ്ങൾക്കുണ്ടായിരുന്നില്ലേ? അടിച്ചമർത്തപ്പെടാത്ത, നിങ്ങളെ അടക്കി ഭരിക്കാത്ത നാടിൽ പോയി നിങ്ങൾക്ക് നിങ്ങളുടെ ദീനനുസരിച്ച് ജീവിക്കാമായിരുന്നല്ലോ. ഫഉലൈക മഅവാഹും ജഹന്നം, അവരുടെ സങ്കേതം നരകമായിരിക്കും. അല്ലാഹു പറയാണ്, ഹിജ്റ പോകാൻ സാധിച്ചിട്ടും അതിന് തയ്യാറാകാതെ കുഫാറുകൾക്കിടയിൽ, മുശ്രിക്കുകൾക്കിടയിൽ തങ്ങളുടെ ദീൻ പണയം വെച്ച് തോന്നിവാസത്തിൽ കഴിഞ്ഞ ആളുകൾ അവർ ചെയ്തത് വൻപാപമാണ്. അതുകൊണ്ടാണ് ഫഉലൈക മഅവാഹും ജഹന്നം, അവരുടെ സങ്കേതം നരകമാണെന്ന് പറഞ്ഞത്. ഏതെങ്കിലും ഒരു തിന്മ, ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു വിലക്ക്, അത് പറഞ്ഞിട്ട് അതിനുശേഷം അവർക്ക് നരകമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഇന്ന ശിക്ഷയുണ്ട്, അവർ ചെയ്തത് കൊടും തെറ്റാണ് എന്നിങ്ങനെ വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ തിന്മകളൊക്കെ വൻപാപങ്ങളാണ്. ഹിജ്റ പോകാൻ സാധിക്കുമായിരുന്നിട്ടും അത് പോകാതിരുന്ന ഇവർ, അവർക്ക് നരകമുണ്ട് എന്ന് പറഞ്ഞു അള്ളാഹു അതിനുശേഷം. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം, അവർ ചെയ്തത് മഹാതിന്മയാണ്, വലിയ തെറ്റാണ്. വസാഅത് മസീറ, ആ സങ്കേതം എത്ര മോശമാണ് എന്ന് അള്ളാഹു പറയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് ചിലരെ മാറ്റി നിർത്തി. ഇല്ലൽ മുസ്തദ്അഫീന മിനർ റിജാലി വന്നിസാഇ വൽ വിൽദാൻ, എന്നാൽ യഥാർത്ഥത്തിൽ അടിച്ചമർത്തപ്പെട്ടവർ, ദുർബലരായിട്ടുള്ള ആളുകൾ, അവരിൽ പുരുഷന്മാരുണ്ടാകും, മിനർ റിജാൽ വന്നിസാ, സ്ത്രീകളുണ്ടാകും, വൽ വിൽദാൻ, കുട്ടികളുണ്ടാകും. യഥാർത്ഥത്തിൽ ദുർബലരായിട്ടുള്ള ആളുകൾ, നേരത്തെ പറഞ്ഞ കൂട്ടർ, മലക്കുകളോട് ന്യായം പറഞ്ഞ കൂട്ടർ, കഴിവുണ്ടായിട്ടും ഞങ്ങൾക്ക് കഴിവില്ല എന്ന് അന്യായം പറഞ്ഞവരായിരുന്നു. അതാണ് അവരെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്. ഇനി നിജമായും കഴിവില്ലാതെ ദുർബലപ്പെടുത്തപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട ആളുകൾ ഉണ്ടാകും, പുരുഷന്മാരിലും സ്ത്രീകളിലും കുട്ടികളിലും പെട്ടവർ. ലാ യസ്തതിഊന ഹീലത്തൻ, അവർക്ക് യാതൊരു ഉപായവുമില്ലാതെ അവർ ഞെരിഞ്ഞമർന്നവരായിരിക്കും. വലാ യഹ്തദൂന സബീല, യാതൊരു മാർഗവുമില്ലാതെ കുഫാറുകൾക്കിടയിൽ പെട്ടുപോയവരുണ്ടാകും. ഫഉലൈക അസല്ലാഹു അൻ യഅഫുവ അൻഹും, അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു അവൻ വിട്ടുവീഴ്ച ചെയ്തേക്കാം, അവൻ മാപ്പ് നൽകിയേക്കാം, അവർക്ക് ഇളവുണ്ട്. വഖാന അല്ലാഹു അഫുവൻ ഗഫൂറ, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം മാപ്പ് ചെയ്യുന്നവനും പുറത്തു നൽകുന്നവനുമാണ്. ഇതാണ് ഒരു തെളിവ്. സൂറത്തുൻ നിസായിലെ 97 മുതൽ 99 വരെയുള്ള ആയത്തുകളുടെ തെളിവ്. മറ്റൊരു തെളിവ് ശൈഖ് കൊണ്ടുവരുന്ന സൂറത്തുൽ അൻകബൂത്തിലെ 56-ാമത്തെ ആയത്ത്. വഖൗലുഹു തആല യാ ഇബാദിയല്ലദീന ആമനൂ, എന്റെ ഈമാനുള്ള അടിമകളെ, മുഅ്മിനീങ്ങളായ അടിമകളെ അല്ലാഹു വിളിക്കുകയാണ്. ഇന്ന അർദി വാസിഅതുൻ ഫഇയ്യായ ഫഅബ്ദൂൻ, എന്റെ ഭൂമി ഇതാ വിശാലമാണ്, നിങ്ങൾ എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യുവിൻ, ആരാധനകൾ അർപ്പിക്കുവിൻ. ഇവിടെ എന്തിനു വേണ്ടി ഹിജ്റ പോകണം എന്ന നിബന്ധന അല്ലാഹുവിടെ വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഹിജ്റ പോകേണ്ടത്? അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ, തൗഹീദ് മുറുകെ പിടിച്ച്, അവന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം എവിടെയില്ലയോ, അതെപ്പോൾ നഷ്ടപ്പെടുന്നുവോ, ഫഇയ്യായ ഫഅബ്ദൂൻ, അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നിടത്തേക്ക് ഹിജ്റ പോകണം. അതാണ് ഈ ആയത്തിലെ പാഠം. യാ ഇബാദിയല്ലദീന ആമനു, എന്റെ മുഅ്മിനീങ്ങളായ അടിമകളെ അല്ലാഹു പറയുകയാണ്. ഇന്ന അർദി വാസിഅ, എന്റെ ഭൂമി വിശാലമാണ്. ഫഇയ്യായ ഫഅബ്ദൂൻ,
അപ്പൊ നിങ്ങൾക്ക് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ സാധിക്കാതെ ഭൂമി ഇടുങ്ങുന്ന പക്ഷം വിശാലമായ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള ഇടത്തേക്ക് നിങ്ങൾ ഹിജറ പോകണം എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥമായി മനസ്സിലാക്കേണ്ടത്. ഖാല അൽ-ബഗ്വി റഹിമഹുല്ലാഹ്, അൽ-ഇമാം അൽ-ബഗ്വി റഹിമഹുല്ലാഹ് ഈ ആയത്തുകളെ സംബന്ധിച്ചു പറഞ്ഞതായി ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഇമാം ബഗ്വിയുടെ വാക്ക് ശേഷം കോട്ടിയാണ്. സബബു നുസൂലി ഹാദിഹിൽ ആയ, ഈ പറയപ്പെട്ട സൂറത്തുൽ അൻകബൂത്തിലെയും സൂറത്തുൻ നിസായിലെയും ആയത്തുകൾ അതിറങ്ങാനുണ്ടായ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, അതിറങ്ങാനുണ്ടായ കാരണം ഫിൽ മുസ്ലിമീന അല്ലദീന ബിമക്ക ലം യുഹാജിറു, മക്കയിലുണ്ടായിരുന്ന ഹിജറ പോയിട്ടില്ലാത്ത മുസ്ലിമീങ്ങളെ പറ്റിയാണ് ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. നാദാഹുമുല്ലാഹു ബിസ്മിൽ ഈമാൻ, അതുകൊണ്ടാണ് അള്ളാഹു അവരെ ഈമാൻ ഉള്ളവരെ എന്ന് പേരെടുത്ത് വിളിച്ചത്. സൂറത്തുൽ അൻകബൂത്തിൽ വിളിച്ചല്ലോ, യാ ഇബാദിയല്ലദീന ആമനു ഇന്ന അർളി വാസിഅ എന്ന് പറഞ്ഞല്ലോ. അവിടെ ഈമാനുള്ളവരെ എന്ന് വിശേഷിപ്പിച്ചു. അപ്പൊ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഹിജറ പോകാൻ കഴിയുമായിരുന്നിട്ടും അത് പോകാതിരുന്ന ആളുകളെക്കുറിച്ചാണ് ഈ ആയത്ത് അവതരിച്ചിട്ടുള്ളത് എന്ന് അൽ-ഇമാം അൽ-ബഗ്വി റഹിമഹുല്ലാഹ് പറഞ്ഞതായി ശൈഖുൽ ഇസ്ലാം ഇവിടെ കൊണ്ടുവരികയാണ്. ഇതാണ് ആയത്തുകളിൽ നിന്നുള്ള തെളിവ്. ഇൻഷാ അല്ലാഹ് ഇതിലേക്ക് നമ്മൾ വരും. വദ്ദലീലു അലൽ ഹിജ്റത്തി മിനസ് സുന്ന, ഇനി ഹിജ്റ പോകാൻ നമ്മെ അറിയിക്കുന്ന സുന്നത്തിൽ നിന്നുള്ള ഹദീസിൽ നിന്നുള്ള തെളിവാണ് ശൈഖ് അടുത്തതായി കൊണ്ടുവരുന്നത്. ലാ തൻഖതിഉൽ ഹിജ്റതു ഹത്താ തൻഖതിഅ തൗബ, തൗബ അവസാനിക്കുന്നത് വരെ ഹിജ്റ അവസാനിക്കുന്നില്ല, തൗബ നിലക്കുന്നത് വരെ ഹിജ്റ നിലക്കുന്നില്ല. അപ്പൊ ഫത്ഹ് മക്ക വരെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഹിജ്റ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഈ ഹദീസ് അതിനെതിരാണ്. തൗബ എത്ര കാലം ഉണ്ടാകും അത്ര കാലവും ഹിജ്റ നിലനിൽക്കും. വലാ തൻഖതിഉ തൗബതു ഹത്താ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ, തൗബ എപ്പോഴാണ് അവസാനിക്കുക? സൂര്യൻ കിഴക്ക് നിന്ന് ഉദിക്കുന്നതിന് പകരം പടിഞ്ഞാറ് നിന്ന് ഉദിച്ചാൽ, അതായത് ഖിയാമത്ത് നാളോട് അടുത്താൽ, ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ പിന്നെ തൗബ ഇല്ല. പിന്നെ തൗബ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഖിയാമത്ത് നാൾ വരെ തൗബ നിലനിൽക്കും. തൗബ നിലനിൽക്കുവോളും ഹിജ്റയും നിലനിൽക്കും. അപ്പൊ ഖിയാമത്ത് നാൾ വരെ ഹിജ്റ എന്ന ഇബാദത്ത് നിലനിൽക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. എത്രയുമാണ് ഹിജ്റ അതിനെ സ്ഥാപിക്കാൻ വേണ്ടി ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഈ ഗ്രന്ഥത്തിൽ കൊണ്ടുവന്ന തെളിവുകൾ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഹിജ്റ എന്ന് പറഞ്ഞാൽ രണ്ടു തരത്തിലുള്ള ഹിജ്റയുണ്ട്. ഹിജ്റത്തു ഖുലൂബിൻ വ ഹിജ്റത്തു അബ്ദാനിൻ. ഹിജ്റത്തു ഖുലൂബ് എന്ന് പറഞ്ഞാൽ അതെല്ലാ മുസ്ലിമീങ്ങൾക്കും, എല്ലാ മുസ്ലിമീങ്ങൾക്കും, ഇവിടെ നമ്മൾ ഇരിക്കുന്ന എല്ലാവർക്കും, അപ്പുറത്തെ ശബ്ദം കേൾക്കുന്ന സ്ത്രീകൾക്കും, ലോകത്തിന്റെ നാനാദിക്കുകളിലുള്ള മുസ്ലിമീങ്ങൾക്കും നിർബന്ധമായ ഹിജ്റയാണ്. ഫർദു ഐൻ, നിസ്കാരവും നോമ്പും നമുക്ക് ഫർദു ഐനായതുപോലെ ഫർദു ഐനായ ഹിജ്റയുണ്ട്. ഏതാണ് ആ ഹിജ്റ? ഹിജ്റത്തു ഖുലൂബ്, ഹൃദയം കൊണ്ടുള്ള ഹിജ്റയാണ്. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? ഹൃദയം കൊണ്ടുള്ള ഹിജ്റ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരിയിൽ വായിക്കാൻ സാധിക്കുന്ന പ്രസിദ്ധമായ ഒരു ഹദീസിൽ പറഞ്ഞു, വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻ. ഹിജ്റ പോകുന്ന മുഹാജിർ എന്ന് പറഞ്ഞാൽ അള്ളാഹു വിലക്കി എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഒഴിവാക്കുന്നവനാണ് യഥാർത്ഥത്തിൽ മുഹാജിർ, ഹിജ്റ പോകുന്നവൻ. ഈ ഹിജ്റ ചെയ്യൽ എല്ലാവർക്കും നിർബന്ധമാണ്. എല്ലാ മുസ്ലിമിനും ഏത് നാട്ടിലാണെങ്കിലും അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് തങ്ങളുടെ ഹൃദയത്തെ അകറ്റി നിർത്തുക, അവിടെ നിന്ന് കൽബ് കൊണ്ട് പലായനം ചെയ്യുക. അതെല്ലാ മുസ്ലിമിനും ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും നിർബന്ധമാണ്. എല്ലാവർക്കും, യാതൊരു സംശയവുമില്ല. അതൊരാളുടെ ആയുസ്സിലുടനീളം അവൻ മരിക്കുവോളം ചെയ്യേണ്ട നിർബന്ധമായ ഹിജ്റയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് ഹൃദയം കൊണ്ട് ഹിജ്റ പോവാന്ന് പറഞ്ഞാൽ, ഇപ്പൊ ആളുകൾ ഹറാമുകൾ ചെയ്യുന്നത് എന്തുകൊണ്ടാ? തിന്മകൾ ചെയ്യുന്നത് എന്തുകൊണ്ടാ? അവരുടെ ഹൃദയത്തിന് അതിലേക്ക് ഇഷ്ടമുണ്ടായിട്ടാണ്. സംഗീതം കേൾക്കുന്നു, സിനിമ കാണുന്നു, പലിശ വാങ്ങുന്നു, വ്യഭിചരിക്കുന്നു, മോഷ്ടിക്കുന്നു. അവരുടെ ഹൃദയത്തിൽ അതിനോട് ഇഷ്ടമുണ്ടായിട്ടാണ്. തിന്മകൾ മനുഷ്യനോട് ചാഞ്ഞ് അവന്റെ ഹൃദയം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയതെന്ന് മനസ്സിലാക്കി നമ്മൾ അവിടെ നിന്ന് നമ്മുടെ കൽബും കൊണ്ട് ഹിജ്റ പോകണം. അവിടെ നിന്ന് അകന്നു നിൽക്കണം, അകലം പാലിക്കണം. ഇതെല്ലാവർക്കും നിർബന്ധമായ ഹിജ്റയാണ്.
ഇനി രണ്ടാമത്തെ ഹിജ്റയുണ്ട്, അതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഹിജ്റത്തുൽ അബ്ദാൻ, ശരീരം കൊണ്ട് ഹിജ്റ പോകുക എന്നത്. അതാണ് ശൈഖുൽ ഇസ്ലാമിയോട് വിശദീകരിച്ച ഹിജ്റ. കുഫ്റിന്റെ നാട്ടിൽ നിന്ന്, ഷിർക്കിന്റെ നാട്ടിൽ നിന്ന് ഇസ്ലാമിന്റെ നാട്ടിലേക്ക് പലായനം ചെയ്യുക, അത് ശരീരം കൊണ്ടുള്ള ഹിജ്റയാണ്. അവരെ കുറിച്ചാണ് ഈ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നിസായിലും സൂറത്തു അൻകബൂത്തിലും പറഞ്ഞത്. ഇനി ഈ ഹിജ്റ നിർബന്ധമാകുന്ന ആർക്കാണ്? എല്ലാ മുസ്ലിമീങ്ങൾക്കും. കുഫറിന്റെയും ഷിർക്കിന്റെയും നാട്ടിൽ ജീവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങൾക്കും ഹിജ്റ നിർബന്ധമാണ്, ഇസ്ലാമിന്റെയും തൗഹീദിന്റെയും നാട്ടിലേക്ക് പോകൽ. പക്ഷേ രണ്ടു വിഭാഗം ആളുകൾ അതിൽ നിന്ന് ഒഴിച്ചു നിർത്തപ്പെടുന്നവരാണ്. അതാണ് ആയത്തിൽ പറഞ്ഞത്. ആയത്തിൽ ആദ്യം പറഞ്ഞത് എന്താണ്? ഇന്നല്ലദീന തവഫാഹുമുൽ മലായികത്തു ളാലിമി അൻഫുസിഹിം, സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ച് ഷിർക്കിന്റെയും കുഫറിന്റെയും നാട്ടിൽ ജീവിച്ചവരെ മരിപ്പിക്കുന്ന വേളയിൽ മലക്കുകൾ ചോദിക്കുമെന്നാണ്. അവിടെ എല്ലാ മുസ്ലിമീങ്ങളും പെടും. ഷിർക്കിന്റെയും കുഫറിന്റെയും നാട്ടിൽ ജീവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളും ആ അർത്ഥത്തിൽപ്പെടും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ പെടാത്ത ആളുകൾ അവരെ മാറ്റി നിർത്തി. ഇല്ലൽ മുസ്തദഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ ലാ യസ്തതിഊന ഹീലതൻ വലാ യഹ്തദൂന സബീല. അപ്പോൾ ഹിജ്റ പോകൽ, കുഫറിന്റെ ഷിർക്കിന്റെ നാട്ടിൽ നിന്ന് ഹിജ്റ പോകൽ നിർബന്ധമില്ലാത്ത മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ടു വിഭാഗമായി അവരെ നമുക്ക് വേർതിരിക്കാം. ഒന്നാമത്തെ വിഭാഗം മല്ലം യകുൻ ലഹു ഖുദ്റത്തുൻ അലൽ ഹിജ്റ, ഹിജ്റ പോകാൻ സാധിക്കാത്ത ആളുകൾ, ഹിജ്റ പോകാൻ കഴിവില്ലാത്ത ആളുകൾ, സാമ്പത്തികമായോ ശാരീരികമായോ കഴിയാതെ കുഫറിന്റെയും ഷിർക്കിന്റെയും നാട്ടിൽ കുടുങ്ങിപ്പോയ ആളുകൾ, ദുർബലപ്പെട്ട ആളുകൾ, അടിച്ചമർത്തപ്പെട്ട ആളുകൾ, അവരെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത് ഇല്ലൽ മുസ്തദഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ, സ്ത്രീകളിൽ നിന്നോ പുരുഷന്മാരിൽ നിന്നോ കുട്ടികളിൽ നിന്നോ അടിച്ചമർത്തപ്പെട്ടവർ, ദുർബലപ്പെട്ടു പോയവർ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു ഹിജ്റ പോകൽ നിർബന്ധമില്ല എന്ന് ഒഴിച്ചു നിർത്തിയ ആളുകളുണ്ടല്ലോ, അവരിൽപ്പെട്ടവരായിരുന്നു കുൻതു അന വ ഉമ്മി മിമ്മൻ ഇസ്തസ്നല്ലാഹു അസ്സ വജൽ, ഞാനും എന്റെ ഉമ്മയും മക്കയിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക് മദീനയിലേക്ക് ഹിജ്റ പോകൽ അല്ലാഹു നിർബന്ധമാക്കിയപ്പോൾ അതിൽ നിന്ന് അല്ലാഹു ഒഴിച്ചു നിർത്തിയ ആളുകൾപ്പെട്ടവരായിരുന്നു. അതായത് പോകാനുള്ള സാഹചര്യം ഉണ്ടായില്ല, അവർ കുഫാറുകൾക്കിടയിൽ അടിച്ചമർത്തപ്പെട്ടവരായി. ആരായിരുന്നു? അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ. അറിയോ? അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാന്റെ പേരറിയോ? അറിയോ? ഉമ്മുൽ ഫളൽ ലുബാബത്തുൽ കുബ്ര. ലുബാബ എന്നായിരുന്നു അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാന്റെ പേര്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പന്റെ പേരെന്താ? എന്താ? അബ്ബാസ്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. ആരാണ് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്? നബിയുടെ ഉപ്പാന്റെ സഹോദരൻ, നബിയുടെ ഉപ്പാന്റെ സഹോദരൻ. അപ്പൊ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബിയുടെ ആരാണ്? കസിൻ ബ്രദർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ മൈമൂന ബിൻതുൽ ഹാരിസ്. നമ്മൾ പഠിച്ചില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ പേര് പഠിച്ചില്ലേ? 11 പേര്. ആർക്കൊക്കെ ഓർമ്മയുണ്ട്? അറിയിക്കട്ടെ. അതിലൊരാളാണ് മൈമൂന ബിൻത് അൽ ഹാരിസ്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഉമ്മ ലുബാബ ബിൻത് അൽ ഹാരിസ് അൽ ഹിലാലിയ, മൈമൂന ബിൻത് അൽ ഹാരിസ് അൽ ഹിലാലിയ എന്ന നബിയുടെ ഭാര്യയുടെ സഹോദരിയാണ്, ഉഖ്താണ്. നബിന്റെ മൈമൂന ബിൻത് അൽ ഹാരിസ് എന്ന് പറയുന്ന ഭാര്യയുടെ സഹോദരിയാണ് ആര്? അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഉമ്മ ലുബാബത്തുൽ കുബ്ര ബിൻതുൽ ഹാരിസ് ഉമ്മുൽ ഫളൽ. അപ്പോൾ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും അവരുടെ ഉമ്മയായ ലുബാബ അൽ കുബ്ര ബിൻതുൽ ഹാരിസും അങ്ങനെ ഹിജ്റ പോകൽ നിർബന്ധമില്ല എന്ന് അല്ലാഹു പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു. അപ്പൊ ഇങ്ങനെ കുഫാറുകളുടെ നാട്ടിൽ അവർ അധികാരം ചെലുത്തി അവരെ തടവിലാക്കിയവരുണ്ടാകും, അല്ലെങ്കിൽ അവർക്കിടയിൽ പുറത്തു പോകാൻ പറ്റാതെ കുടുങ്ങിയവരുണ്ടാകും, ഉപരോധം സൃഷ്ടിച്ചവരുണ്ടാകും. ഇന്നും അങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടാകാം. അതല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ഇപ്പൊ അന്യനാട്ടിലേക്ക് ഒരു സ്റ്റേറ്റ് വിട്ട് അല്ലെങ്കിൽ ഒരു രാജ്യം വിട്ട് കൺട്രി വിട്ട് പുറത്തു പോകണമെങ്കിൽ വിസ വേണ്ടി വരും, അല്ല ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കേണ്ടി വരും. നമ്മൾ ഇവിടുന്ന് ബസ് കയറി പോണ പോലെ ബൈക്ക് എടുത്ത് പോണ പോലെ പോകാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അതിനുള്ള രേഖകൾ വേണം, അതിനുള്ള യാത്രാ സൗകര്യങ്ങൾ ഒരുങ്ങണം, സമ്പത്ത് വേണം, പൈസ വേണം. ഇല്ലാതെ വിസ ടിക്കറ്റും കിട്ടുമോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള തടസ്സങ്ങൾ കൊണ്ട് പോകാൻ കഴിവില്ലാതെ കുടുങ്ങിപ്പോയവർക്ക് എന്തുണ്ട്? ഇളവുണ്ട്.
കുഫ്റിന്റെയും ശിർക്കിന്റെയും നാട്ടിൽ അങ്ങനെ അടിച്ചമർത്തപ്പെട്ടവരായാൽ അവർക്കെന്തില്ല, ആ നാട്ടിൽ നിന്ന് ഹിജറ പോകൽ നിർബന്ധമാകുകയില്ല. എപ്പോൾ സാഹചര്യം ഒരുങ്ങുന്നു അപ്പോൾ പോകണം. രണ്ടാമത്തെ വിഭാഗം മൻ കാന ഖാദിറൻ അലാ ഇൽഹാരി ദീനിഹി ഫി ബലദിൽ കുഫ്ർ ഫമിസ്ലു ഹാദൽ ഹിജ്റ ഹാദിഹിൽ ഹിജ്റത്തി ഫി ഹഖ്ഖിഹി മുസ്തഹബ്ബത്തുൻ ലാ വാജിബത്തുൻ. കുഫറിന്റെ നാടാണ്, ശിർക്കിന്റെ നാടാണ്, ഇസ്ലാമിക നാടല്ല, തൗഹീദിന്റെ നാടല്ല. പക്ഷേ അവിടെ അവനവന്റെ ദീൻ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവന്റെ ദീനിന്റെ പ്രത്യക്ഷ ചിഹ്നങ്ങൾ പ്രകടിപ്പിക്കാനും ജമാഅത്ത് നിസ്കാരങ്ങൾക്ക് പങ്കെടുക്കാനും ഈദ് ആഘോഷിക്കാനും ഉളുഹിയ്യത്ത് അറുക്കാനും അതുപോലെ തന്നെ ഇസ്ലാം ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ നാട് ഏകദേശം അതിന് സമാനമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ തന്നെ ചിലയിടങ്ങളിൽ, പ്രത്യേകിച്ച് ഫാസിസ്റ്റ് ശക്തികൾക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ അതിന് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന അവസ്ഥയുമുണ്ട്. അൽഹംദുലില്ലാഹ് ബിഫദ്ലില്ലാഹി വൽ മിന്ന, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മലപ്പുറം ജില്ലയിലാണ് നമ്മളുള്ളത്. മലപ്പുറം ജില്ല മുസ്ലിമീങ്ങൾക്ക് സ്വാധീനമുള്ള, മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. ഇത് നമുക്ക് ഉദാഹരണമായി പറയാം. നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതാ അള്ളാഹുവിന്റെ മസ്ജിദിൽ, ഒരു മസ്ജിദിൽ ഈ വിഷയം നമ്മൾ നേർക്കുനേരെ ഇരുന്ന് ചർച്ച ചെയ്യണം. നമുക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് ഹിജ്റ പോകാൻ നിർബന്ധമുണ്ടോ? നമുക്ക് ഹിജ്റ പോകാൻ നിർബന്ധമുണ്ടോ? ഇല്ല. ഹിജ്റ പോയിക്കൂടെ? പോയാൽ കൂലി കിട്ടും. മുസ്തഹബ്. ഹിജ്റ പോകാൻ നമുക്ക് സാധിക്കുമെങ്കിൽ പോയാൽ അത് കൂലി കിട്ടുന്ന കാര്യമാണ്, പ്രതിഫലാർഹമാണ്. മുസ്തഹബ്. ഒരാൾ ഹിജ്റ പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇസ്ലാമിക രാജ്യത്തേക്ക്. ഇപ്പൊ ഇവിടുന്ന് ഒരാൾ ഫാമിലിയായിട്ട് പൈസയും യാത്രാ സൗകര്യം ഒക്കെ ഉറപ്പുവരുത്തി വിസയും ടിക്കറ്റൊക്കെ എടുത്ത് മക്കളെ ഈ സൗദി അറേബ്യയിലേക്ക് ഹിജ്റ പോകാൻ നിൽക്കുക. പാടില്ല, പോകരുത്. ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കാൻ പറ്റൂല. ഇസ്ലാമിൽ ശറഅക്കിയ ഒരു ഇബാദത്താണത്, മുസ്തഹബ്. അവന് പോകാം. നിർഭയത്വമുള്ള ഇസ്ലാം ദീൻ അനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യവും ഇസ്ലാമിന് ഇസ്സത്തുമുള്ള നാട്ടിൽ ദീനിനു വേണ്ടി അവൻ ഒരു ഇസ്ലാമിക നാട്ടിലേക്ക് പോയാൽ അവിടെ അവൻ വാദിക്കുന്നത്, അവൻ ആഗ്രഹിക്കുന്നത്, അല്ലെ, ചില നാടുകളുണ്ട്, ചില ആളുകൾ ഒരു സുരക്ഷയുമില്ലാത്ത, സുസ്ഥിരമായ ഒരു ഗവൺമെന്റോ ഭരണകൂടമോ പോലും ഇല്ലാത്ത, അവിടേക്ക് പോകാൻ വിസയും വേണ്ട, ടിക്കറ്റും വേണ്ട, ഫ്ലൈറ്റ് എന്നല്ല, അങ്ങനത്തെ ചില നാടുകൾ, ഞാൻ പേര് പറയുന്നില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് അങ്ങനെ അവിടത്തേക്ക് പോയിട്ടുണ്ട്. അവരെങ്ങനെ പോകുന്നത്? ആദ്യം സൗദിയിലേക്ക് പോകും. സൗദിയിലേക്ക് പോകാൻ വിസയും ടിക്കറ്റൊക്കെ വേണം. അല്ലെങ്കിൽ UAE പോകും. എന്നിട്ട് അവിടുന്ന്, അല്ലെങ്കിൽ ഒമാനിലേക്ക് പോകും. എന്നിട്ട് അവിടുന്ന് കരമാർഗം ആ രാജ്യത്തിന്റെ ബോർഡർ കടന്നിട്ട് കള്ളവണ്ടി കയറി, അതല്ലെങ്കിൽ രേഖകളൊന്നും ഇല്ലാതെ അവർ ഈ പറഞ്ഞ രാജ്യാതിർത്തി കടക്കും. എന്നിട്ട് അവിടെ പോയി തമ്പടിക്കും. സുസ്ഥിരമായൊരു ഭരണകൂടം ഇല്ല. ഏത് നിമിഷവും യുദ്ധവും അതുപോലെ തന്നെ കലഹവും ഭീതിയാർന്ന നാടുകളിലേക്ക് ഇങ്ങനെ കുടുംബത്തെയും കൊണ്ട് പോകുന്ന ആളുകളുണ്ട്. ഇത് ഇസ്ലാം അനുവദിച്ചിട്ടില്ല. നമ്മൾ പോയി കഴിഞ്ഞാൽ അവന് ഇവിടെ തിരിച്ചു വരാനേ പറ്റൂല. ഇവിടെ അവൻ നിർബന്ധമായും ചെലവിന് കൊടുക്കേണ്ട, അല്ലെങ്കിൽ രോഗികളായിട്ടുള്ള വീട്ടിലൊരൊറ്റ മോനായിരിക്കും. അതല്ലെങ്കിൽ അവൻ കെട്ടിക്കൊണ്ടുപോയ പെൺകുട്ടിയാകട്ടെ വീട്ടിലൊരൊറ്റ മോളായിരിക്കും. പേരക്കുട്ടികൾ ഇവിടുന്ന് പോകുമ്പോൾ ഒന്ന് അവിടെ പോയ 2, 3, 4 ഒക്കെ ഇട്ട് ആ കുട്ടികൾ ഒരു നോട്ടം പോലും കാണാൻ പറ്റാത്ത, അവരുമായി ഒന്ന് ആരോഗ്യകരമായി വിവരമാധ്യമങ്ങളിലൂടെ, വിവരസാങ്കേതിക വിദ്യകളിലൂടെ ബന്ധപ്പെടാൻ പോലും സാധിക്കാത്ത ഈ ആധുനിക സാഹചര്യത്തിൽ പോയി പറിച്ചു നട്ട് സ്വന്തം നിർഭയത്വവും ജീവനും ഭീഷണിയാകുന്ന അവസ്ഥയിലേക്ക് പോകുക എന്നുള്ള ഹിജ്റ, അങ്ങനെയുള്ളൊരു നാട്, ഇസ്ലാമിന്റെ നാടാണെന്ന് പറയപ്പെടുന്ന നാട്ടിലേക്ക് പോകുന്ന ഹിജ്റ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അതിനാണ് നമ്മൾ സൗദി അറേബ്യ പോലുള്ളൊരു നാട് ഉദാഹരണമായി പറഞ്ഞത്. അപ്പോ ഇത് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. സാധിക്കുന്നവർക്ക് അങ്ങനെ പോകാൻ സാധിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ വിശേഷണങ്ങളുള്ള ഇസ്ലാമിക നാട്ടിലേക്ക്, കുഫറിന്റെയും ശിർക്കിന്റെയും നാട്ടിൽ നിന്ന് ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് പോകാൻ സാധിക്കണമെങ്കിൽ കൂലി കിട്ടുന്ന കാര്യമാണ്, മുസ്തഹബ്. എന്നാൽ നിർബന്ധമല്ല. നിർബന്ധമാകുന്ന എപ്പോഴാണ്? ഇവിടെ ഇനിയിപ്പോ ഈ പറഞ്ഞ ഇസ്ലാമിക വിരുദ്ധ ഭരണകൂടങ്ങളൊക്കെ പിടിമുറുക്കി മസ്ജിദിൽ പരസ്യമായി ഇബാദത്ത് ചെയ്യാനോ ബാങ്ക് വിളിക്കാനോ ഈദിന്റെ മുസല്ല സംഘടിപ്പിക്കാനോ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കാനോ ഒന്നും നമുക്ക് സാധിച്ചില്ല എന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് എന്തുണ്ടാകും? നമുക്ക് കഴിവുണ്ടെങ്കിൽ പോകൽ നിർബന്ധമാകും. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അതില്ലാതിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമികേതര രാജ്യത്താണെങ്കിലും ഇവിടെ മുസ്ലിമീങ്ങൾക്കുള്ള ഇസ്സത്തും നിർഭയത്വവും അവൻ നിലനിർത്തി തരുമാറാകട്ടെ. ഇനി ഇതാണ് ഹിജ്റയുടെ കാതലായ വശം, ഹിജ്റയുടെ പ്രധാനപ്പെട്ട രൂപം. ഇനി ഇതിന് താഴെ വരുന്ന ചില ആപേക്ഷികമായ ഹിജ്റകളുണ്ട്. ഹിജ്റാത്തുൻ സുഗ്റ എന്ന് പണ്ഡിതന്മാർ വിളിച്ച ഹിജ്റകൾ. അതെന്താണെന്ന് ചോദിച്ചാൽ, ബിദ്അത്തിന്റെയും തിന്മകളുടെയും നാട്ടിൽ നിന്ന്
സുന്നത്തിന്റെയും ഫാഅത്തിന്റെയും നാട്ടിലേക്ക് പോകുക എന്നുള്ളത്. ഇപ്പോ ഉദാഹരണത്തിന് കേരളത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു, മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മലപ്പുറം ജില്ല പോലെയുള്ള അതല്ലെങ്കിൽ മലബാർ ഏരിയ പോലുള്ള നാട്ടിലേക്ക് കുഫാറുകൾക്ക്, ശിർക്കിന്റെ ആളുകൾക്ക്, തോന്നിവാസികൾക്ക് സ്വാധീനമുള്ള പ്രബലതയുള്ള നാട്ടിൽ നിന്ന് ഈ നാട്ടിലേക്ക് ഹിജ്റ വരാം. അത് ആപേക്ഷികമായ ഹിജ്റയാണ്. അത് ചിലപ്പോൾ ഇസ്ലാമിക നാട്ടിലേക്ക് പോകാൻ സാധിക്കില്ല. അപ്പൊ അവന്റെ രാജ്യത്ത് തന്നെ താരതമ്യേന അവൻ ജീവിക്കുന്ന നാട്ടിൽ നിന്ന് ഹറാമുകൾ കുറഞ്ഞിടത്തേക്ക്, അല്ലെങ്കിൽ ദീനിന്റെ ഹറാമുകളിൽ ഏറ്റവും ഗൗരവമുള്ള ഹറാം എന്ന് പറഞ്ഞാൽ ബിദ്അത്തുകളാണ്. ഇസ്ലാമിന്റെ പേരിൽ ഇല്ലാത്ത അനാചാരങ്ങൾ, ശിർക്കും ഖുറാഫാത്തുകളും പുത്തനാചാരങ്ങളും കൊണ്ടാടുന്ന നാട്ടിൽ നിന്ന് സുന്നത്തിന്റെ ശരിയായ ദീനിന്റെ വക്താക്കളുടെ, അതുപോലെ തന്നെ നന്മകൾ ചെയ്യുന്ന ആളുകളുടെ ഇസ്സത്തുള്ള ക്വാളിറ്റിയുള്ള മുസ്ലിമീങ്ങളുടെ നാട്ടിലേക്ക് മാറി പോകുക എന്നുള്ളത് ഒരു സ്റ്റേറ്റിൽ തന്നെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റും അല്ലേ? പല ആളുകളും നമുക്കങ്ങനെ നാട് വിട്ടു വന്നവരെ കാണാം. അപ്പൊ ഇത് ആപേക്ഷികമായൊരു ഹിജ്റയാണ്. ഹിജ്റത്തുൻ സുഗ്റ എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. അപ്പോ നമ്മൾ ജീവിക്കുന്ന നാടിനേക്കാൾ ഹൈറായൊരു നാട്, ഒരു ജില്ല, അതല്ലെങ്കിൽ ഒരു സംസ്ഥാനം, നമ്മുടെ രാജ്യത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ ഇതിനേക്കാൾ ഹൈറുള്ള ഇടങ്ങളിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ ദീൻ, നമ്മുടെ ഇജ്ജത്ത് മുറുകെ പിടിച്ച്, ഇസ്ലാമിനെ മുറുകെ പിടിച്ച് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ പോകുകയാണെങ്കിൽ അതിനെയും ആപേക്ഷികമായി ഹിജ്റ എന്ന് വിളിക്കാം. സാധിക്കുന്നവർ അത് ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു ഹിജ്റയാണ്, നമ്മുടെ നാട്ടിൽ നിർഭയത്വം നഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിൽ ഒരു നിലക്കും ഈ രാജ്യത്ത് താമസിക്കാൻ പറ്റാത്ത അവസ്ഥയായി. നമുക്കാകട്ടെ സൗദി അറേബ്യ പോലെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് ഹിജ്റ പോകാനുള്ള സാമ്പത്തിക സുസ്ഥിതിയില്ല, കഴിവില്ല, ശേഷിയില്ല. പക്ഷെ നമ്മുടെ തൊട്ടടുത്തൊരു നാടുണ്ട്, നമുക്ക് അവിടെ പോകാൻ പറ്റും. പക്ഷെ അതാകട്ടെ ഇസ്ലാമിക നാടാണ്, ഇസ്ലാമിക നാടല്ല. എന്നാൽ നമ്മൾ നിൽക്കുന്ന നാട്ടിനേക്കാൾ നിർഭയത്വം അവിടെ ഉണ്ട്, ദീനിന് സുരക്ഷിതത്വമുണ്ട്. അവിടത്തേക്ക് നമുക്ക് ഹിജ്റ പോകാം. നമ്മൾ കുഫ്രിന്റെ നാട്ടിലാണ്, ശിർക്കിന്റെ നാട്ടിലാണ്, ഇവിടെ നമുക്ക് നിൽക്കാൻ വയ്യ. നമുക്കാകട്ടെ ഇസ്ലാമിക നാട്ടിലേക്ക് പോകാനുള്ള അവസ്ഥയില്ല, ശേഷിയില്ല. എന്നാൽ നമ്മുടെ തൊട്ടടുത്ത് ഒരു അനിസ്ലാമിക നാടുണ്ട്, ഇസ്ലാമിക നാടല്ല, പക്ഷെ നമ്മുടെ നാടിനേക്കാൾ കമ്പാരിറ്റീവ്ലി ബെറ്ററാണ്. നമ്മുടെ ദീനും നിർഭയത്വമൊക്കെ സംരക്ഷിക്കാൻ പറ്റുന്ന നാട്. അവിടേക്ക് നമുക്ക് പോയിക്കൂടെ? പോകാം. എന്താണ് നിങ്ങളുടെ തെളിവ്? മുസ്ലിമീങ്ങളുടെ ആദ്യ ഹിജ്റ ചരിത്രത്തിൽ എവിടെയൊക്കെ ഉണ്ടായത്? അബ്സീനിയയിലേക്ക്, ഹബ്ഷയിലേക്ക്, ഇന്നത്തെ എത്യോപ്യയിലേക്ക്. എത്യോപ്യ ഇസ്ലാമിക രാജ്യമായിരുന്നു? അല്ല. അവിടുത്തെ രാജാവ്, ഭരണാധികാരി നസ്രാനിയായിരുന്നു. പക്ഷേ മുസ്ലിമീങ്ങൾക്ക് നിർഭയത്വം അദ്ദേഹം വാഗ്ദാനം ചെയ്തു. മുസ്ലിമീങ്ങൾക്ക് അവരുടെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സമ്മതം ചോദിച്ച് മുസ്ലിമീങ്ങൾ അവിടേക്ക് ഹിജ്റ പോവുകയുണ്ടായി. അങ്ങനത്തെ അവസ്ഥയുണ്ടെങ്കിൽ അങ്ങനെ പോകാം. ഇതും ശരിയായ ഹിജ്റക്ക് താഴെ വരുന്ന ആപേക്ഷികമായ ചില ഹിജ്റകളാണ്. ഇതാണ് ഹിജ്റയുടെ വിഷയത്തിൽ മൊത്തത്തിൽ നമുക്ക് പറയാനുള്ള കാര്യം. സഹോദരങ്ങളെ, ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, എന്തിനാണ് ഇസ്ലാമിക ഹിജ്റ ശറഅക്കിയത്? എന്തിനാ? നമ്മുടെ ദീൻ സംരക്ഷിക്കാൻ, നമ്മുടെ ദീനും ഇസ്ലാമും തൗഹീദും സുന്നത്തും സംരക്ഷിക്കാൻ. അതിനുവേണ്ടിയാണ്. അതെപ്പോൾ നഷ്ടപ്പെടുന്നോ അപ്പോൾ അതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മുസ്ലിമീങ്ങൾ മാറണം. അത് വഷളാകുന്നിടത്ത് അവർ നിന്നുകൂടാ. അത് സ്വന്തം ഒരാളെ മാത്രമല്ല ബാധിക്കുക, അയാളെ ബാധിക്കും, അയാളുടെ കുടുംബത്തെ ബാധിക്കും, അയാളുടെ വളർന്നു വരുന്ന മക്കളെ ബാധിക്കും, അയാളുടെ സമ്പത്തിനെ ബാധിക്കും, അയാളുടെ ജീവനെ ബാധിക്കും, ഒരു സമൂഹത്തെ തന്നെ ബാധിക്കും. മുസ്ലിങ്ങളാണെങ്കിൽ ആ മുസ്ലിം കമ്മ്യൂണിറ്റിയെ മൊത്തം ബാധിക്കും. അപ്പോൾ ദീൻ എവിടെ നഷ്ടപ്പെടുന്നോ, ദീൻ എവിടെ പണയം വെക്കപ്പെടേണ്ടി വരുന്നോ, ആ ദീനിന്റെ സംരക്ഷണാർത്ഥം ഈമാനും തൗഹീദും സംരക്ഷിച്ച് ഈമാനിലായി മരിക്കണം. അതാണ് കാര്യം. മലക്കുകൾ വന്ന് ചോദിക്കുമ്പോൾ ഫീമ കുൻതും, എന്തായിരുന്നു നിങ്ങളുടെ അവസ്ഥ? കുന്ന മുസ്തദഅഫീന ഫിൽ അർദ്, ഞങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരാണ്, അതുകൊണ്ടാണ് കാഫിരിങ്ങളെ പോലെ ജീവിച്ചു മരിക്കേണ്ടി വന്നത് എന്ന് പറയപ്പെടാതിരിക്കാൻ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചു മരിക്കാൻ. ആ സാഹചര്യത്തിൽ നമ്മൾ വളരണം, നമ്മൾ ജീവിക്കണം. നമ്മുടെ മക്കളെ അങ്ങനെ നമ്മൾ ചെടി നട്ട് വളർത്തുന്നത് പോലെ വളർത്തണം. അതിനുവേണ്ടിയാണ്. എന്നാൽ പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു, ഇന്നിതാ ഇസ്ലാമിക നാടുകളിൽ നിന്ന് പോലും പഠനമെന്നും വിദ്യാഭ്യാസമെന്നും ജോലിയെന്നും വരുമാനമെന്നും സാമ്പത്തിക സുസ്ഥിതിയുമെന്നൊക്കെ പറഞ്ഞ് ആളുകൾ പാശ്ചാത്യ നാടുകളിലേക്ക്, വെസ്റ്റേൺ കൺട്രീസിലേക്ക് ഹിജ്റ പോവാണ്. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ നാട്ടിൽ നിന്ന് വരെ മുസ്ലിമീങ്ങൾ, മുസ്ലിം ഉമ്മത്തിലെ അംഗങ്ങൾ
UK-യിലേക്കും US-ലേക്കും അതല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമെല്ലാം പാശ്ചാത്യന്റെ നാടുകളിലേക്ക് എന്തിനു വേണ്ടി അവർ പോകണം? ദീൻ സംരക്ഷിക്കാനാണെങ്കിൽ അവർക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. ദീൻ സംരക്ഷിക്കാനാണെങ്കിൽ അവർ ഇസ്ലാമിന്റെ നാടുകളിലേക്കാണ് പോകേണ്ടത്. എന്തിനാണ് അങ്ങോട്ടേക്ക് പോകുന്നത്? ദുനിയാവിന്റെ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ആളുകൾക്ക് മുമ്പിൽ വലിയ സ്റ്റാറ്റസായി പറയാൻ സാധിക്കുന്ന ഒരു തുണ്ട സർട്ടിഫിക്കറ്റിന് വേണ്ടി, ഭൗതികമായ അലങ്കാരത്തിനു വേണ്ടി, മേനി പറയാൻ വേണ്ടി, പെരുമയും പൊങ്ങച്ചവും അടിക്കാൻ വേണ്ടി നാലാളുകൾക്ക് മുമ്പിൽ. എന്നിട്ട് എന്താണ് അവർ നേടുന്നത്? എന്താണ് അവർ പണയം വെക്കേണ്ടി വരുന്നത്? ദീനും ദുനിയാവും തന്റെ സ്വത്വവും. എത്ര ആളുകളാണ് അങ്ങനെ പോയിട്ട് ഇസ്ലാം ഉപേക്ഷിച്ചു വന്ന നിരീശ്വരവാദികളായത്, എത്തിസ്റ്റുകളായത്, ലാദീനികളായത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പല ഇസ്ലാമിക നാടുകളിലും ഇന്ന് കാണുന്ന പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ഉണ്ടാകാൻ കാരണം മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ ഇങ്ങനെ വിദ്യാഭ്യാസത്തിനും ജോലിക്കുമെന്ന് പറഞ്ഞ് പാശ്ചാത്യ നാടുകളിലേക്ക് പറിച്ചു നട്ട് അവിടെ നിന്ന് അവർ പകർന്നെടുത്ത കുഫ്റും ശിർക്കും തോന്നിവാസവും വൃത്തികേടും കൊണ്ടുവന്ന് ഇസ്ലാമിക നാട്ടിൽ വന്ന് അവർ കുത്തിവെക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മുടെ നാട്ടിൽ നിന്നും അങ്ങനെ ദുനിയാവിന്റെ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി കുഫ്റിന്റെയും ശിർക്കിന്റെയും തോന്നിവാസങ്ങളുടെയും വൃത്തികേടുകളുടെയും നാടുകളിലേക്ക് ചേക്കേറുന്ന മുസ്ലിം നാമധാരികളുണ്ട്. എന്തൊരത്ഭുതമാണ് കാര്യം. സഹോദരങ്ങളെ, ദുനിയാവിൽ എന്തും ഏതും നമ്മൾക്ക് ലഭിക്കുന്നതിനേക്കാൾ, എത്ര സമ്പത്തും സൗകര്യവും ലഭിക്കുന്നതിനേക്കാൾ നമുക്ക് വിലപിടിപ്പുള്ള നമ്മളെ ദീൻ. മരണത്തോടുകൂടി തീർന്നു ദുനിയാവ്. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. ഏതുവരെയാണ് നമ്മൾ ദുനിയാവിന് വേണ്ടി മത്സരിച്ച് ഇങ്ങനെ അള്ളാഹുവിനെയും ദീനിനെയും മറന്ന് അശ്രദ്ധയിലായി ഓടുക? ഏതുവരെയാണ്? ഹത്താ സുർതുമുൽ മഖാബിർ. അവനും എല്ലാ മനുഷ്യരും ഉറപ്പുള്ള ഖബറിടം 6 അടി മണ്ണവൻ സന്ദർശിക്കുന്നത്. അത് കഴിഞ്ഞു. നമ്മുടെ കണ്ണ്, ഈ നിമിഷം നമ്മൾ മരിച്ചാൽ, നമ്മുടെ കണ്ണടഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്ന ലോകം ഒരാൾക്കും വർണ്ണിക്കാൻ പറ്റാത്ത ലോകമാണ്. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങാണ് അറ്റമില്ലാത്ത ജീവിതം. അവിടെ നമുക്ക് രക്ഷ വേണോ? ദീൻ മുറുകെ പിടിക്കണം. അതുകൊണ്ട് എന്തിനേക്കാളും നമുക്ക് വിലപിടിപ്പുള്ള നമ്മുടെ ദീനാണ്. ഈ ദീൻ സംരക്ഷിക്കാൻ വേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതം. സമ്പത്തും സൗകര്യവും ദുനിയാവൊക്കെ അതിന്റെ പിന്നാലെ വരുന്നതാണ്. എന്തിനാണ് ഈ സമ്പത്തും ദുനിയാവും കുടുംബവും അതുപോലെ തന്നെ സാമൂഹിക വ്യവസ്ഥിതിയൊക്കെ അള്ളാഹു നിശ്ചയിച്ച എന്തിനാണ്? അതല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. കുറെ പൈസ ഉണ്ടാക്കുക, കുറെ അധ്വാനിക്കുക, തലമുറകൾക്കുള്ളത് സമ്പാദിച്ചു കൂട്ടുക, വലിയ പൊരപണിയ. ഇതല്ല നമ്മുടെ ജീവിത ലക്ഷ്യം. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ജീവിതവും മരണവും അള്ളാഹു സൃഷ്ടിച്ചത് ജീവിച്ചു മരിക്കുന്നതിനിടയ്ക്ക് ഏറ്റവും നന്നായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവൻ ആരാണ് എന്ന് പരീക്ഷിക്കാനാണ്. അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ബാക്കി വരുന്നതൊക്കെ സെക്കൻഡറിയാണ്, അതിന്റെ പിന്നാലെ വരേണ്ടതാണ്. സമ്പാദ്യവും ജോലിയും ഉദ്യോഗവും മറ്റു ബന്ധങ്ങളൊക്കെ ഇതിന്റെ പിന്നാലെ വരേണ്ടതാണ്. ഈ ദീൻ അള്ളാഹുവിന് മാത്രം കാഴ്ചവെച്ച് ജീവിക്കാൻ, ഒരു മുസ്ലിമായി ജീവിച്ചു മരിക്കാൻ ഉപയോഗപ്പെടുത്താൻ അനുബന്ധമായി വരേണ്ടതാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അതല്ല നമ്മളെ പരമപ്രധാനമായ ലക്ഷ്യം. ലക്ഷ്യം ദീനാണ്, ലക്ഷ്യം തൗഹീദാണ്, മുസ്ലിമായിട്ടുള്ള മരണമാണ്. അങ്ങനെ ജീവിച്ചാൽ അങ്ങനെ മരിക്കാൻ സാധിക്കുള്ളൂ. ബാക്കി വരുന്നതൊക്കെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണം. ദീനിനെ സൈഡാക്കി ദുനിയാവിന് വേണ്ടി ജീവിച്ചു മരിക്കേണ്ടവരല്ല ഒരു മുസ്ലിം. ദീനിനു വേണ്ടി ദുനിയാവിനെ മരിക്കുന്നവനാണ് ഒരു മുസ്ലിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആരുടെ ലക്ഷ്യമാണോ ആത്യന്തികമായ ലക്ഷ്യം ആഖിറമായത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഐഹിക കാര്യങ്ങളെല്ലാം സ്വരുക്കൂട്ടി കൊടുക്കും. ജമഅ അല്ലാഹു അംറ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹൃദയത്തിൽ, അവന്റെ കയ്യിൽ ഒരുപാട് ആസ്തിയൊന്നും ഉണ്ടാവില്ല, ബാങ്ക് അക്കൗണ്ടിൽ ഒരുപാട് സമ്പത്തൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവന്റെ ഹൃദയത്തിൽ അല്ലാഹു സംതൃപ്തി ഇട്ടുകൊടുക്കും, മാനസിക ധന്യത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. ലൈസൽ ഗിന അൻ കസറത്തിൽ അറബ് വലാകിൻ ഗിന ഗിന നഫ്സ്. സമ്പത്തിന്റെയും ഭൗതിക വിഭവങ്ങളുടെയും ആധിക്യമല്ല യഥാർത്ഥത്തിൽ സമ്പത്ത് എന്ന് പറഞ്ഞാൽ. മനസ്സിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് മിച്ചം വരുന്നത് മാസത്തിൽ 10 രൂപയാണെങ്കിലും അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ സാധിക്കുന്ന മാനസിക വിശാലത, ധന്യത, അതാണ് യഥാർത്ഥത്തിലുള്ള സമ്പത്ത്. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി ബഅദ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ആരാണോ ആഖിറത്തെ, പരലോകത്തെ ആത്യന്തിക ലക്ഷ്യമാക്കി ജീവിച്ചത്, ദുനിയാവിൽ ജീവിച്ചത്,
അവന്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. അത്ഭുതകരമായി അവന്റെ ഹൃദയത്തിൽ അള്ളാഹു ധന്യതയിട്ട് കൊടുക്കും. കയ്യിൽ ഒരുപാട് സമ്പത്തിന്റെ അവശേഷിപ്പുകളില്ലെങ്കിലും ശരി. ദുനിയാവാകട്ടെ അവന്റെ പിന്നാലെ കഹിയറാഹിമ, കീഴ്പ്പെടുത്തപ്പെട്ട പോലെ വരും. ദുനിയാവിന്റെ പിന്നാലെ അവൻ ഓടാതെ ദുനിയാവ് അവന്റെ പിന്നാലെ വരും. കീഴ്പ്പെടുത്തപ്പെട്ട ഒരു മാൻപേടയെ പോലെ, ഒരു വളർത്തുമൃഗത്തെ പോലെ ദുനിയാവ് അവന്റെ പിന്നാലെ വരും. ദുനിയാവിന്റെ പിന്നാലെ അവൻ പായേണ്ടി വരില്ല. വലിയ അധ്വാനം, കഷ്ടപ്പാടൊന്നും വേണ്ടി വരില്ല. അവൻ ആവശ്യത്തിനുള്ളത് അള്ളാഹു അവന്റെ കാൽക്കൽ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചാൽ, ദീൻ മുറുകെ പിടിച്ച് ജീവിച്ചാൽ കൊണ്ടുവന്ന് തരുന്നതാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ, എങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിക്കുക? തഖ്വ ചെയ്യുക, അള്ളാഹു ഹറാമാക്കിയതൊക്കെ ഒഴിവാക്കുക. എത്ര ലാഭം അതുകൊണ്ട് കിട്ടിയാലും ശരി, ഹറാമിന്റെ ലാഞ്ചനയുണ്ടോ ഒഴിച്ചിർത്തുക. അള്ളാഹു നിർബന്ധമാക്കിയത് എന്ത് വില കൊടുത്താണെങ്കിലും പ്രവർത്തിച്ചുകൊള്ളുക. അതിന്റെ പേരിൽ എന്ത് നഷ്ടം നേരിടേണ്ടി വന്നാലും അള്ളാഹു നിർബന്ധമാക്കിയതാണ് പ്രവർത്തിച്ചു. ഇതാണ് തഖ്വ. ഇങ്ങനെ അള്ളാഹിനെ സൂക്ഷിച്ചാൽ മഖ്റജ, അള്ളാഹു പോംവഴി ഉണ്ടാക്കി തരുന്നതാണ്. അള്ളാഹ് പറയാണ്, അള്ളാഹിന്റെ വാഗ്ദാനം. നമ്മൾ വിചാരിക്കുക എന്താ, ആ ഹറാമ് ചെയ്താലേ നമുക്ക് കച്ചവടത്തിൽ കുറച്ച് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അല്ല, നിസ്കാരത്തിന്റെ സമയത്ത് നിസ്കരിക്കൽ നിർബന്ധമാണ്, പള്ളി പോലെ നിർബന്ധമാണ്. ഷട്ടർ താഴ്ത്തിയാൽ നമുക്ക് കച്ചവടം നഷ്ടപ്പെടും. അപ്പൊ കുറച്ചൊന്ന് നിസ്കാരം ദീനൊക്കെ ഒന്ന് സൈഡാക്കാം. തഖ്വ, അള്ളാഹു തഖ്വ ചെയ്യാൻ അവൻ പറഞ്ഞത് എളുപ്പമുണ്ടാക്കി തരാനാണ്. നമ്മൾ വിചാരിക്കുന്നു തഖ്വ കളഞ്ഞു കുളിച്ചാലേ എളുപ്പം കിട്ടുള്ളൂ. അള്ളാഹ് നേരെ തിരിച്ചാ പറഞ്ഞത്. നമ്മുടെ ആശങ്ക എന്താണ്? ദീനിലെ ഹറാം ഹലാലും വാജിബായ കാര്യങ്ങളും അതങ്ങ് കംപ്ലീറ്റായി അപ്ലൈ ചെയ്യാൻ നമുക്കുള്ള തടസ്സം എന്താണ്? നമ്മുടെ റിസ്ക്. ദുനിയാവിലെ നേരത്തെ പറഞ്ഞ നക്കാപ്പിച്ച ദുനിയാവിൽ കിട്ടുന്ന എന്തെങ്കിലും ആസ്തിയാകുന്ന കാര്യം, അതല്ലാതെ മറ്റെന്താ നമുക്ക് തടസ്സം? റിസ്ക്, നമ്മുടെ അന്നം. അങ്ങനെയൊക്കെ ദീൻ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ ഈ കാലത്ത്? എന്താ ഇപ്പൊ നിങ്ങൾ പറയുന്നത്? കുടുംബത്തെ പോറ്റണ്ടേ, മക്കൾക്ക് അന്നം കൊടുക്കണ്ടേ? ഇതാണ് ന്യായം. അള്ളാഹ് പറഞ്ഞെന്താ? വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ, അവൻ ഹറാമാക്കിയത് ഒഴിവാക്കി, അവൻ നിർബന്ധമാക്കിയത് പ്രവർത്തിച്ച് നീ അള്ളാഹിനെ സൂക്ഷിച്ചാൽ, നീ വിചാരിക്കാത്ത, നിന്റെ ബുദ്ധിയുടെ ചിന്തയുടെ ഏഴയലത്ത് പോലും വിചാരിക്കാത്ത മാർഗത്തിലൂടെ യർസുഖ്, അള്ളാഹു നിനക്ക് റിസ്ക് നൽകും. നിന്റെ പള്ള നടക്കുന്നതാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ഇങ്ങനെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ്, ദീന് കുറച്ചൊന്ന് ഫ്ലെക്സിബിൾ ആക്കിയാലേ എന്തെങ്കിലുമൊക്കെ ദുനിയാവിൽ കിട്ടേണ്ടത് കിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ വിചാരം, നമ്മുടെ ചിന്ത ഇതാണ്. അള്ളാഹ് പറയുന്നു, നീ ആ ചിന്ത ഒഴിവാക്കി അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ, നീ ചിന്തിക്കാത്ത മാർഗത്തിൽ അള്ളാഹു അത്ഭുതകരമായി നിന്റെ അന്നം നിറവേറ്റി തരുമെന്നാണ്. വയജ്അൽ ലഹു മിൻ അംരിഹി യുസ്ര. നിന്റെ എല്ലാ കാര്യവും എളുപ്പമാക്കി തരുന്നതാണ് അള്ളാഹു പറയാണ്. ആത്യന്തിക ലക്ഷ്യം ആഖിറമാകണം. ദീൻ മുറുകെ പിടിച്ച് പരലോകത്തിന് വേണ്ടി ദുനിയാവിൽ ജീവിച്ചു മരിക്കാൻ നമ്മൾ തയ്യാറാകണം. അള്ളാന്റെ ഓഫറാണ്. അള്ളാഹ് വെറുതെ അലംഘനീയമായ, അതല്ലെങ്കിൽ വെറുതെ മോഹന വാഗ്ദാനങ്ങൾ ഒരിക്കലും പാലിക്കാത്ത നമ്മുടെ നാട്ടിലെ ആപ്പൂപ്പ് രാഷ്ട്രീയക്കാർ നൽകുന്ന വാഗ്ദാനമല്ല അള്ളാന്റെ വാഗ്ദാനം. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. ഒരിക്കലും ലംഘിക്കാത്ത, ഉറപ്പ് നൽകുന്ന വാഗ്ദാനമാണ് അള്ളാന്റെ വാഗ്ദാനം. ഇത് മുറുകെ പിടിക്കാൻ നമ്മൾ തയ്യാറുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ഹദീസിൽ പറഞ്ഞു, ഇനി ഒരാൾ നേരെ തിരിച്ച്, അവൻ ദുനിയാവിൽ ജീവിക്കണം. എന്തിനാണ്? ദുനിയാവിന് വേണ്ടി തന്നെ. ദുനിയാവിന് വേണ്ടി ജീവിച്ച് ദുനിയാവിൽ മരിക്കുന്നു അവൻ. അവന്റെ ലക്ഷ്യം ദുനിയാവ്. സമ്പത്ത്, സൗകര്യം, അധികാരം, പദവി, പെരുമ, പൊങ്ങച്ചം, അലങ്കാരം, ഭംഗി, ഇത് തന്നെയാണ് അവന്റെ ദുനിയാവ്. വേറൊരു ലക്ഷ്യമില്ല. അതിലായി മരിക്കാനാണ് അവന്റെ നിയ്യത്ത്. മരിക്കുവോളം ദുനിയാവ്, ദുനിയാവ്, ദുനിയാവിന് വേണ്ടിയാണ് അവന്റെ ജീവിതം മുഴുവൻ. ഇങ്ങനെ ഒരാൾ ജീവിച്ചാലോ? അള്ളാഹു പറയാണ്, അവൻ എത്ര ബില്യണറും അതുപോലെ തന്നെ കോടിപതിയും ലക്ഷപ്രഭു ആണെങ്കിലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല ജഅലഹു അല്ലാഹു ഫഖറഹു ബൈന ഐനൈൻ. അവന്റെ കൺമുമ്പിൽ അല്ലാഹു ദാരിദ്ര്യത്തെ സ്ഥാപിച്ചു കൊടുക്കും. കണ്ണിന്റെ മുമ്പിൽ അവൻ പട്ടിണിയായിരിക്കും. കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എത്ര ഓടിയാലും, മരിക്കോളം ഓടിയാലും അവന് മതിയാവില്ല. എത്ര സമ്പാദിച്ചു കൂട്ടിയാലും. ഇവിടുത്തെ പൈസക്കാരെ നിങ്ങൾ നോക്കൂ, ഇവിടുത്തെ സമ്പന്നരെ നിങ്ങൾ നോക്കൂ, ഇവിടുത്തെ സെലിബ്രിറ്റികളെ നിങ്ങൾ നോക്കൂ, ഇവിടുത്തെ മനുഷ്യരുടെ ഹൃദയങ്ങൾ സ്ഥാനം പിടിച്ച പോപ്പുലർ ആയിട്ടുള്ള വലിയ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആളുകളെ നോക്കൂ നിങ്ങൾ. ദുനിയാവിന്റെ വക്താക്കളെ നോക്കൂ. ദുനിയാവിന് വേണ്ടി എത്ര ഓടിയാലും, അവന്റെ അവസാന ശ്വാസം വരെ ഓടിയാലും അവന് മതിയാകുകയില്ല. ഉഹുദ് മല നിറയെ സ്വർണമുണ്ടെങ്കിലും
വീണ്ടും ഒന്ന് വേണമെന്ന് അവൻ ആഗ്രഹിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഖബറിന്റെ 6 അടി മണ്ണല്ലാതെ അവന്റെ വയറ് നിറക്കുകയില്ല. ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നവർ മരിക്കുവോളം അതിന്റെ പിന്നാലെ ഓടും. കാരണം അവന്റെ മുമ്പിൽ കൺമുമ്പിൽ അള്ളാഹു ദാരിദ്ര്യത്തെ നാട്ടിക്കൊടുക്കുമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫറഖല്ലാഹു അംറഹു, അവന്റെ കാര്യങ്ങൾ ഛിന്ന ഭിന്നമാകും. എപ്പോഴും ഓട്ടം തന്നെ, ഒരു സമാധാനം ഉണ്ടാവില്ല. വലിയ സമാധാനത്തിലാണ് ഈ ജാതി പടപ്പുകളൊക്കെ എന്നാണ് നമ്മളെ വിചാരം. ഒരു സമാധാനം ഉണ്ടാവില്ല, ഉറക്കം വരെ കിട്ടുന്നുണ്ടാവില്ല. പിൽസ് അടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ രാത്രി കിടന്ന് ഉറങ്ങുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലെങ്കിൽ ലഹരിയുടെ ഉന്മാദത്തിലായിരിക്കും, മായാ ലോകത്തായിരിക്കും അവൻ കിടന്നുറങ്ങുന്നത്. സമാധാനത്തിൽ അവൻ ഉറങ്ങാൻ വരെ സാധിക്കില്ല. അവന്റെ കാര്യങ്ങൾ ഛിന്ന ഭിന്നമാകും, കൺമുമ്പിൽ ദാരിദ്ര്യമായിരിക്കും. ഇനി ഇങ്ങനെ ഓടിയിട്ട് എന്തെങ്കിലും ഉറുപ്പി അധികം കിട്ടോ? എന്താണ് ഇങ്ങനെ ദുനിയാവിന് വേണ്ടി പാഞ്ഞു, ദുനിയാവിന് വേണ്ടി ജീവിച്ചു മരിച്ചാൽ എന്താണ് അവൻ നേടുന്നത്? ഇല്ലാ മാ കുതിബ ലഹു. അള്ളാഹു അവനെയും ആകാശഭൂമികളെയും പടക്കുന്നത് 50,000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച അവന്റെ രേഖയിൽ സ്ഥിരപ്പെട്ടതല്ലാതെ ഒരു വറ്റ് അധികം അവന് തിന്നാൻ പറ്റുമോ? ഒരു റുപ്യ അധികം അവന് സമ്പാദിക്കാൻ പറ്റുമോ? കിട്ടുമോ? അള്ളാഹ് എഴുതി വെച്ചതല്ലാതെ എത്ര തലകുത്തി പറഞ്ഞാലും കിട്ടൂല. ഇതാണ് ദുനിയാവിന്റെ പിന്നാലെ പായുന്നവർക്കുള്ള ദുര്യോഗം. ഇത് തിരിച്ചറിഞ്ഞവൻ തിരിച്ചറിഞ്ഞു, അല്ലാത്തവൻ നട്ടം തിരിഞ്ഞു. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീൻ പണയപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകരുത്. ദീനിന്റെ വിഷയത്തിൽ ഒരു കോംപ്രമൈസും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ദീനാണ് അവന്റെ എല്ലാം. ദീനില്ലാതെ നീ എന്ത് ജീവിച്ചിട്ടെന്ത് കാര്യം? ദീൻ നഷ്ടപ്പെട്ട് നീ മരിച്ചാൽ എന്താണ് നിന്റെ അവസ്ഥ? അതുകൊണ്ട് എന്തിനേക്കാൾ, നമ്മുടെ മിടിക്കുന്ന ശ്വാസത്തേക്കാൾ, ചലിക്കുന്ന രക്തത്തേക്കാൾ, നമ്മുടെ മക്കളെക്കാൾ, നമ്മുടെ ഭാര്യയേക്കാൾ, നമ്മൾ കെട്ടിപ്പടുത്ത ധവളക്കൊട്ടാരങ്ങളെക്കാൾ, നമ്മളിവിടെ സ്ഥാപിച്ച അധികാരങ്ങളെക്കാൾ, ഭൗതിക സോപാനങ്ങളെക്കാൾ നമുക്ക് അമൂല്യമാണ്, വിലപിടിപ്പുള്ളതാണ് നമ്മുടെ ജീവനേക്കാൾ, നമ്മുടെ ദേഹിയേക്കാൾ, നമ്മുടെ ദേഹത്തേക്കാൾ, നമ്മുടെ റൂഹിനേക്കാൾ നമുക്ക് വിലപിടിപ്പുള്ളതാണ് നമ്മുടെ ദീൻ, അൽ ഈമാൻ, അൽ തൗഹീദ്, അൽ ഇസ്ലാം, അസുന്ന. ഇത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉറപ്പിച്ച് സാക്ഷാത്കരിക്കുന്നുവോ, എത്രത്തോളം നമ്മുടെ മക്കൾക്ക്, വരും തലമുറക്ക്, ഇളം പ്രായക്കാർക്ക് നമ്മൾ ഓതിക്കൊടുക്കുന്നുവോ, അത്രത്തോളം നമുക്ക് സുരക്ഷിതത്വവും സമാധാനവും നഷ്ടപ്പെട്ട പ്രതാപവും സൗഭാഗ്യവും എല്ലാം വീണ്ടെടുക്കാൻ സാധിക്കും. ഇവിടേക്ക് മുസ്ലിം ഉമ്മത്ത് വരണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു പറഞ്ഞു, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കുക. ഏതെങ്കിലും വക്കത്തല്ല. റമളാൻ മാസം വരുമ്പോൾ കൊല്ലത്തിലൊരു മാസക്കാലമല്ല. അതെങ്കിലും നിസ്കാരത്തിന്റെ വിഷയത്തിൽ മാത്രമല്ലോ. മൂപ്പര് ഉഷാറാണ്, 5 നേരം നിസ്കരിക്കുന്നുണ്ടല്ലോ, നിസ്കാരം നോമ്പൊക്കെ ഉണ്ട്, കഴിഞ്ഞോ? നിസ്കാരം നോമ്പുണ്ടെങ്കിൽ ദീൻ തീർന്നോ? ദീൻ നിസ്കരിക്കാനും നോമ്പ് നോക്കാനും മാത്രമാണോ? ചില ആളുകൾ അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമാണ് ദീനിന്റെ ഇടപാട്. വസ്ത്രത്തിലില്ല, സാമ്പത്തിക രംഗത്തില്ല, കുടുംബത്തിലില്ല, വ്യക്തിജീവിതത്തിലില്ല. ദീൻ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന്റെ ദീൻ ഇടപെടാത്ത മേഖല ഏതാണ്? നിങ്ങൾ പറയും, ഏത് മേഖലയാണ് മുസ്ലിമിന് പാഠവും അധ്യാപനവും കാഴ്ചവെക്കാത്ത, ഇസ്ലാമിന്റേതായിട്ടല്ലാത്തുള്ളത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് ദീനിനു വേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് നമ്മൾ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തണം. നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ. അതിനുവേണ്ടിയാണ് ഇസ്ലാമിലെ ഹിജ്റ പോലും. ഈ ദീൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.